ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ ജയശ്രീ, ENT സ്പെഷ്യലിസ്റ്റ്. ഒരു സ്കൂൾ വെക്കേഷൻ കഴിയാറാകുമ്പോഴും കുട്ടികളെ കൊണ്ട് അമ്മമാർ വരാറുണ്ട്. ചെവിക്കായം ഒന്ന് എടുക്കണം, നോക്കണം ഡോക്ടറെ. എന്താ ഈ ചെവിക്കായം എന്താണ്, അത് എടുക്കേണ്ടതാണോ എന്ന് ഇന്ന് നമുക്കതിനെപ്പറ്റി ആലോചിക്കാം. നമ്മൾ കേൾക്കാൻ ഏറ്റവും ആവശ്യമായ ഒരു പാർട്ടാണ് ടിമ്പാനിക് മെംബ്രെയിൻ അഥവാ കർണ്ണപുടം. ഈ കർണ്ണപുടത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ചെവിയിൽ തൊലിപ്പുറത്ത് ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു കട്ടിയുള്ള ഒരു ദ്രാവകമുണ്ട്. ആ ദ്രാവകവും ചെവിയിൻ്റെ തൊലിയിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന കോശങ്ങളും ചേർന്നുണ്ടാകുന്നതാണ് ഈ ചെവിക്കായം. ഈ ചെവിക്കായ യഥാർത്ഥത്തിൽ ചെവിയുടെ കർണ്ണപുടത്തിനെ സംരക്ഷിക്കാനാണ്. അപ്പോൾ നമ്മളത് എടുത്തു കൊടുക്കണം. നമ്മുടെ ദേഹത്ത് തൊലി മാറുന്നത് പോലെ തന്നെ ചെവിയിലെ കായവും തനിയെ തന്നെ മാറിപ്പോവുകയാണ് സാധാരണ ചെയ്യാറ്. കാരണം നമ്മൾ സംസാരിക്കുമ്പോഴോ ചവയ്ക്കുമ്പോഴോ ഒക്കെ ചെവിക്കായം അകത്തുനിന്ന് പുറത്തേക്ക് പോകാറുണ്ട്. പക്ഷെ നമ്മൾ ചില സാഹചര്യങ്ങളിൽ ചെവിക്കകത്ത് പെട്ട് നിൽക്കാറുമുണ്ട്. അപ്പോൾ ചെവിക്കായം എപ്പോഴാണ് എടുക്കേണ്ടത്? നമുക്ക് കേൾവിക്കുറവ് തോന്നുകയാണെങ്കിലോ, അല്ലെങ്കിൽ ചെവിക്കായം എന്തെങ്കിലും ഇട്ട് അകത്തേക്ക് തട്ടി പെയിൻ ഉണ്ടാവുകയാണെങ്കിലോ, അല്ലെങ്കിൽ ചെവിയിൽ എന്തോ ഒരു ഫുൾനെസ്, ചെവി നിറഞ്ഞിരിക്കുന്ന ഒരു മാതിരി ഒരു ലക്ഷണം കാണുവാണെങ്കിലോ, അതല്ല ചെവിക്കായം എടുക്കാൻ ശ്രമിച്ചിട്ട് തൊലിയിൽ മുറിവൊക്കെ ഉണ്ടായി ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴോ, അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ ചെവിക്കായം എടുക്കേണ്ടത്. നമ്മൾ കേൾക്കുന്നത് ശബ്ദതരംഗങ്ങൾ ചെവിയുടെ കർണ്ണപുടത്തിൽ വീണ് അവിടെ നിന്നാണത് ട്രാൻസ്മിറ്റ് ചെയ്തത്. അപ്പോൾ ശബ്ദതരംഗങ്ങൾക്ക് ചെവിയുടെ കർണ്ണപുടത്തിൽ വീഴാനുള്ള ഒരു സ്ഥലം, ഒരു വഴി ഉണ്ടെങ്കിൽ നമ്മൾ കായം എടുക്കേണ്ട കാര്യമില്ല. ഒരു പക്ഷേ ചെവിയുടെ തൊലിപ്പുറത്ത് കുറച്ച് അവിടെയും ഇവിടെയും കറുത്തിട്ട് കായം ഇരുന്നാൽ അതൊരു പ്രശ്നമല്ല. പക്ഷേ നമുക്ക് ഒരു കുറച്ചോ ഭാഗികമായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് മുഴുവനായിട്ടോ ഒരു കേൾവിക്കുറവ് തോന്നുന്ന പക്ഷം നമ്മൾ തീർച്ചയായിട്ടും അടുത്തുള്ള ENT സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം. ചെവിക്കായം ഉണ്ടോ എന്ന് നോക്കണം, തീർച്ചയായിട്ടും മാറ്റുകയും വേണം. ചെവിക്കായത്തിൻ്റെ വേറൊരു വിഭാഗമുണ്ട്. കാരണം നമ്മുടെ കർണ്ണപുടത്തിനടുത്ത് ഉള്ള തൊലി, കനാലിൽ നിന്ന് തൊലി ഇളകി കഴിഞ്ഞാൽ അത് തനിയെ തന്നെ പുറത്തേക്ക് വരില്ല. അവിടെ തന്നെ ഇരുന്നിട്ട് വലിയ കട്ടിയായിട്ട് നമുക്കൊരു പക്ഷേ വേദന ഉണ്ടാകുന്ന, നമ്മുടെ ഇയർ കനാലിൽ തന്നെ വലുതാക്കുന്ന ഒരു തരം കായമുണ്ട്, കർട്ടോസിസ് എന്ന് പറയും. അത് തീർച്ചയായിട്ടും ഡോക്ടറെ കാണിച്ച് തന്നെ എടുക്കണം. അതിനുശേഷം 5 മാസമോ ഇടവിട്ട് ഡോക്ടർമാർ ENT സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുകയും എടുത്തു മാറ്റുകയും ചെയ്യണം. അപ്പോൾ കായം എന്നും എടുക്കാനുള്ളതല്ല, എപ്പോൾ എടുക്കണമെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം ഞാൻ വിട്ടുപോയി. കേൾവിക്കുറവ് ഉണ്ടാകാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിലൊരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മുടെ ഇയർ വാക്സ് അല്ലെങ്കിൽ സെറൂമൻ എന്നറിയപ്പെടുന്ന ചെവിക്കായം വരുന്നത്.